ക്ലിയോപാട്ര കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ലോകത്തുള്ള മുഴുവൻ സൗന്ദര്യവും ആവാഹിച്ചെടുത്ത ഒരു യുവതിയുടെ മുഖമായിരിക്കും നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഷേക്സ്പിയറിന്റെ നാടകത്തിലൂടെ അറിഞ്ഞ ആ ഒരാൾ തന്നെയായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും ക്ലിയോപാട്ര. അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. BCE 80 കാലഘട്ടം. അന്ന് ഈ ലോകത്ത് 2 ശക്തമായ സാമ്രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് റോമും മറ്റൊന്ന് ഈജിപ്തും. അങ്ങനെ ഈജിപ്തിലെ ഭരണാധികാരിയായ ടോളമി 12ന്റെ മൂത്ത മകളായാണ് ക്ലിയോപാട്രയുടെ ജനനം. 17-ാം വയസ്സിലാണ് ക്ലിയോപാട്രയുടെ അച്ഛനായ ടോളമി 12 മരിക്കുന്നത്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് ആ അച്ഛനൊരു ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും തൻ്റെ സാമ്രാജ്യം ഇനിയും ഭരിക്കേണ്ടത് അനന്തരാവകാശികൾ, അതായത് തൻ്റെതായ അനന്തരാവകാശികൾ മാത്രമായിരിക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ക്ലിയോപാട്രയെ സ്വന്തം സഹോദരനെ കൊണ്ട് ആ അച്ഛൻ വിവാഹം കഴിപ്പിച്ചതും. അതായത് ടോളമി 13. ആ ഒരു സമയത്ത് ടോളമി 13ന്റെ പ്രായം എന്ന് പറയുന്നത് വെറും 12 വയസ്സും ക്ലിയോപാട്രയുടെ പ്രായം 17 വയസ്സുമാണ്. അങ്ങനെ ഇരുവരുടെയും പിതാവ് മരിക്കുന്നു. പിന്നീട് ക്ലിയോപാട്രയും സഹോദരനായ ഈ ഭർത്താവും കൂടി ആ ഒരു ഭരണം ഏറ്റെടുക്കുകയാണ് ഈജിപ്തിൻ്റെ. എന്നാൽ കുറേ വർഷം അങ്ങോട്ട് കടന്നു പോകലെ എല്ലാം കൊണ്ടും ഭരണാധികാരിയായി മാറിയത് രാജ്ഞിയായ ക്ലിയോപാട്രയായിരുന്നു. ജനങ്ങൾക്ക് ബഹുമാനം മുഴുവൻ ക്ലിയോപാട്രയോട്. ഇത് ഒരിക്കലും സഹോദരനായ ഈ ഭർത്താവിന് സഹിക്കാനാകുന്നതായിരുന്നില്ല. ശരിയാണ്, അവിടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പോലെയൊന്നുമല്ല, സ്ത്രീകൾക്ക് അമിത പ്രാധാന്യം നൽകുന്നുണ്ടായിരുന്നു. അമിത പ്രാധാന്യമെന്നല്ല, ഒരു സമത്വം അതവിടെ നിർബന്ധമായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ക്ലിയോപാട്ര അധികാരത്തിലേക്ക് എത്തിയതും. എന്നാൽ എന്തുകൊണ്ടും ഒരു പുരുഷനല്ലേ, തനിക്കിതൊന്നും സഹിക്കാനാവില്ല എന്നുള്ളൊരു രീതിയായിരുന്നു ടോളമി 13ന്റെ. എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ക്ലിയോപാട്രയോടുള്ള, അത് ബലം കണ്ടു. തൻ്റെ ചില നിഗൂഢമായ രീതികളിലൂടെ ക്ലിയോപാട്രയെ ഈജിപ്തിൽ നിന്ന് സിറിയയിലേക്ക് നാടുകടത്തി. എന്നാൽ ഇതൊരിക്കലും ക്ലിയോപാട്രയ്ക്ക് അംഗീകരിക്കാനായില്ല. കാരണം അതുപോലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും ശക്തമായ ഒരു ഭരണമായിരുന്നു ക്ലിയോപാട്ര കാഴ്ചവെച്ചിരുന്നത്. ഇതിന് എന്തുകൊണ്ടും പ്രതികാരം തീർക്കണമെന്ന ചിന്തയിലായിരുന്നു ക്ലിയോപാട്ര. അങ്ങനെ ക്ലിയോപാട്രയുടെ ചിന്തയിലേക്ക് ആദ്യം വന്ന വ്യക്തിയായിരുന്നു ജൂലിയസ് സീസർ. അതെ, ആദ്യം പറഞ്ഞതുപോലെ ഈ ലോകത്ത് 2 ശക്തമായ രാഷ്ട്രങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ ജൂലിയസ് സീസർ തൻ്റെ പ്രണയ ചുഴിയിൽ, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു പ്രണയ വലയത്തിൽ ജൂലിയസ് സീസറിനെ വീഴ്ത്തുന്നതിന് ക്ലിയോപാട്രയ്ക്ക് ഒട്ടും വിഷമമുണ്ടായില്ല. എന്തിനു പറയുന്നു, നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, കഴുതപ്പാൽ കൊണ്ട് നിറച്ച തടാകത്തിലായിരുന്നു ക്ലിയോപാട്രയുടെ ദിവസം തോറുമുള്ള ആ ഒരു നീരാട്ടെന്ന് പറയുന്നത്. ആ സൗന്ദര്യ, ആ ഒരു വശ്യതയിലായിരിക്കാം ജൂലിയസ് സീസർ പെട്ടെന്ന് വീഴുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ആ പ്രണയത്തിനിടയിലുള്ള തലയണ മന്ത്രം വിജയകരമാകുന്നു. ഈജിപ്ത് ആക്രമിക്കാൻ ജൂലിയസ് സീസർ തയ്യാറാകുന്നു. അങ്ങനെ ഈജിപ്ത് കീഴ്പ്പെടുത്തി ജൂലിയസ് സീസർ അവിടെ ഭരണത്തിലേറുകയും ചെയ്തു. ഇതോടുകൂടി ക്ലിയോപാട്രയ്ക്ക് 2 വലിയ കാര്യങ്ങളാണ് നേടാനായത്. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ 2 രാഷ്ട്രങ്ങളിൽ ഒന്നായ റോമിൻ്റെ ഭരണാധികാരിയായ ജൂലിയസ് സീസറാണ് ഈ ഈജിപ്തും ഇപ്പോൾ കീഴടക്കിയിരിക്കുന്നത്. അങ്ങനെ ഈജിപ്തിൻ്റെയും റോമിൻ്റെയും ഭരണാധികാരിയെ ജൂലിയസ് സീസർ മാറുന്നു. ഇരുവരും വിവാഹിതരായതോടുകൂടി ഈ 2 സാമ്രാജ്യത്തിൻ്റെയും രാജ്ഞിയായി ക്ലിയോപാട്ര മാറുകയാണ്. പക്ഷേ ഈ ഒരു സന്തോഷം, അതായത് ഈ ഒരു പ്രണയ ജീവിതം അധിക കാലം അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. ഈ ഒരു വിവാഹം നടക്കുന്ന സമയത്ത് ജൂലിയസ് സീസറിൻ്റെ പ്രായമെന്ന് പറയുന്നത് 53 വയസ്സായിരുന്നു. ക്ലിയോപാട്രയുടെ പ്രായം 26. ഇരുവർക്കും ഒരു മകൻ കൂടി ജനിക്കുന്നു. ആദ്യത്തെ മകൻ്റെ പേര് കേൾക്കേണ്ടത് തന്നെയാണ്, സിസേറിയൻ. അങ്ങനെ ഈ ഒരു ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകലെ സ്വാഭാവികമായും റോമൻ രാജ്യത്തിൽ നിന്ന് ജൂലിയസ് സീസറിന് എതിരാളികൾ ഉണ്ടാകുന്നു. അത് വേറൊന്നുമല്ല, ജൂലിയസ് സീസർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തെ ഒരു പടയാളി മാത്രമായിരുന്നു. എന്നാൽ അവിടെ ഇതിനു മുമ്പ് ഒരു രീതി ഉണ്ടായിരുന്നു. 2 സാമ്രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്നതിന് മുമ്പ് ആ 2 രാജ്യങ്ങളിലെയും ഏറ്റവും നല്ല പടയാളികൾ തമ്മിൽ എന്താ പറയുക, ഒരു മല്ലയുദ്ധം പോലെ നടത്തും. ആ യുദ്ധത്തിൽ വിജയിക്കുന്ന രാജ്യം ഓൾറെഡി, അതായത് ജയിച്ചതായി പ്രഖ്യാപിക്കുകയും യുദ്ധം ഒഴിവാകുകയും ചെയ്യും. ചില സമയത്ത് ഈ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു മല്ലയുദ്ധം ഒരു വാക്കുതർക്കത്തിലേക്കൊക്കെ കടന്ന് വീണ്ടും യുദ്ധം നടക്കാനുള്ള സാധ്യതയും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് എല്ലാ യുദ്ധത്തിനു മുമ്പ് നടന്നു വന്നിരുന്ന ഒരു കാര്യമാണ്, ഏറ്റവും നല്ല പടയാളികൾ തമ്മിലുള്ള ഈ ഒരു മല്ലയുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ റോമിലെ ഏതൊരു യുദ്ധത്തിനു മുമ്പുള്ള മല്ലയുദ്ധത്തിനും ആദ്യം തന്നെ പൊരുതുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിക്കൊണ്ടിരുന്നത് ജൂലിയസ് സീസറായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപഹാരങ്ങളും പാരിതോഷങ്ങളും ഒക്കെ നമ്മുടെ ഈ ജൂലിയസ് സീസറിന് ലഭിക്കുന്നുണ്ടായിരുന്നു.
ഇത് സ്വാഭാവികമായും അവിടുത്തെ അടുത്ത രാജഭരണം കിട്ടേണ്ട ബ്രൂട്ടസിനുമൊക്കെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ബ്രൂട്ടസും കുടുംബവും ജൂലിയസ് സീസർ തന്നെ മതി, അതായത് തങ്ങളുടെ ഭരണാധികാരത്തേക്കാൾ ഉപരി ആ റോമൻ സാമ്രാജ്യം നല്ല രീതിയിൽ ഭരിക്കാൻ സാധിക്കുന്നത് ഈ പടയാളിക്കാണെന്ന് മനസ്സിലാക്കിയാണ് ജൂലിയസ് സീസറിന് ഈ ഭരണ കൈമാറ്റം നടത്തുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും പൂർണ്ണ അധികാരമല്ല രാജാവിന്. ഇവരുടേതായ, അതായത് ബ്രൂട്ടസിൻ്റെതായ ഈ ഒരു ഫാമിലിയുടെ ഒരു ഒരു അധീനതയിലായിരിക്കും രാജാവ് പ്രവർത്തിക്കുക. പക്ഷേ ഈ ഒരു രീതിയിൽ ജൂലിയസ് സീസറിന് ഭരണ കൈമാറ്റം നടത്തിയപ്പോഴേക്ക് ജൂലിയസ് സീസർ എല്ലാം കൊണ്ടും ഒരു ഫ്രീഡമുള്ളൊരു രാജാവായി അങ്ങ് സ്വയം മാറി. എല്ലാം കൊണ്ടും ഭരണം കീഴടക്കി. ബ്രൂട്ടസിൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാർക്കോ ഈ ഭരണത്തിൽ ഇടപെടാൻ കഴിയാത്ത രീതിയിലാകുന്നു. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം രാജ്യങ്ങൾ കീഴടക്കുന്നു. അതിൽ അവസാനത്തേതായിരുന്നു ഈജിപ്ത് കീഴടക്കുക എന്നത്. സ്വാഭാവികമായും ഈജിപ്തിലെ രാജ്ഞി റോമിലെ രാജ്ഞിയായി മാറുകയും ചെയ്തു. അതായത് തങ്ങളുടെ കുടുംബത്തിൽ പെടാത്ത ഒരാൾ, നമ്മളുടെ സാമ്രാജ്യത്തിൽ പെടാത്ത ഒരാൾ തങ്ങളുടെ ഭരണാധികാരിയായി മാറിയത് ഇവർക്ക് ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ജൂലിയസ് സീസറിനോട് തന്നെ വൈരാഗ്യമുണ്ടാക്കി. അങ്ങനെയാണ് ബ്രൂട്ടസിൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് ജൂലിയസ് സീസറിനെ ആക്രമിക്കാനൊരുങ്ങുന്നത്. അങ്ങനെ ആക്രമിച്ച് ജൂലിയസ് സീസറിനെ കീഴ്പ്പെടുത്തുന്നു. ജൂലിയസ് സീസർ ഈ ഒരു യുദ്ധത്തിൽ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ നാടകത്തിൽ നമ്മൾ വായിക്കാറില്ല. കാരണം അത്രയധികം ഉറ്റ സുഹൃത്തായ ബ്രൂട്ടസ് ആണ് ജൂലിയസ് സീസറിനെ ചതിയിലൂടെ കീഴ്പ്പെടുത്തുന്നത്. അതാണ് യു ടു ബ്രൂട്ടസ് എന്ന് പറയുന്ന ആ ഒരു വാചകം അല്ലെങ്കിൽ ഒരു ഡയലോഗ് അത്രയേറെ പ്രശസ്തമായത്, ബ്രൂട്ടസെ നീയും എന്നുള്ളത്. അങ്ങനെ എന്തായാലും ജൂലിയസ് സീസർ മരണപ്പെട്ടു. ഇനി സ്വാഭാവികമായും ഈ ഒരു രണ്ട് സാമ്രാജ്യങ്ങളുടെയും ഭരണം ആരുടെ കയ്യിലാണ്? ബ്രൂട്ടസിൻ്റെ കയ്യിലാണ്, അല്ലേ? എന്നാൽ ഈ ബ്രൂട്ടസിനെയും കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ മറ്റൊരു ശക്തനായ നേതാവ് ഉണ്ടായിരുന്നു റോമിൽ. അതാണ് മാർക്ക് ആൻ്റണി. മാർക്ക് ആൻ്റണി ഇതുപോലെ തന്നെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ബ്രൂട്ടസിനെയും കീഴ്പ്പെടുത്തി ഈ രണ്ട് രാജ്യങ്ങളും തൻ്റെ അധീനതയിലാക്കുന്നു. സ്വാഭാവികമായും ക്ലിയോപാട്ര ഇപ്പോൾ ഒരു തരത്തിലുള്ള ഭരണവും കയ്യിലില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായിരിക്കും ചിന്തിക്കുക? തൻ്റെ ഭർത്താവും മരണപ്പെട്ടു, താൻ ഒന്നുമല്ലാതായിരിക്കുന്നു. ആ ഒരു സമയത്ത് ക്ലിയോപാട്ര ചിന്തിക്കുകയാണ്, ഇനി എന്താണ് വേണ്ടത്? മാർക്ക് ആൻ്റണിയെ പ്രണയിച്ച് വശത്താക്കുക. ആ ഒരു കാര്യത്തിലും ക്ലിയോപാട്ര അതിഭീകരമായി തന്നെ വിജയിച്ചു. മാർക്ക് ആൻ്റണിയും ഈ ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിൽ അങ്ങ് വീണു. അങ്ങനെ ക്ലിയോപാട്രയെ വിവാഹം കഴിച്ചു. വീണ്ടും ക്ലിയോപാട്ര തന്നെ ഈ രണ്ട് രാജ്യങ്ങളുടെയും രാജ്ഞിയായി മാറുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് റോമിൽ ഒരു കുഞ്ഞു നേതാവ് രൂപപ്പെടുന്നുണ്ടായിരുന്നു. അത് വേറാരുമല്ല, ജൂലിയസ് സീസറിൻ്റെ ദത്തുപുത്രനായ ഒക്ടേവിയസ്. സ്വാഭാവികമായും ഒക്ടേവിയസ് ഈ മാർക്ക് ആൻ്റണിയെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. നമ്മൾ എന്തായിരിക്കും കരുതുക? കാരണം ഒക്ടേവിയസിൻ്റെ ആ ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒക്ടേവിയസിൻ്റെ ഒരു ഭടന്മാരുടെ എണ്ണം ഒക്കെ വളരെയധികം കുറവായിരിക്കും. അവർക്ക് എങ്ങനെ ഈ രണ്ട് സാമ്രാജ്യത്തിൻ്റെയും തലവനായ മാർക്ക് ആൻ്റണിയെ കീഴ്പ്പെടുത്താനാകും എന്നല്ലേ? പക്ഷെ അല്ല, മാർക്ക് ആൻ്റണിയെ ഈ ഒക്ടേവിയസിൻ്റെ സംഘം കീഴ്പ്പെടുത്തുകയാണ്. അങ്ങനെ ഇരു രാജ്യങ്ങളുടെയും തലവനായി ഒക്ടേവിയസും മാറി. പക്ഷേ ഈ ഒരു ക്ഷീണം നമ്മുടെ ക്ലിയോപാട്രയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പലതരത്തിൽ രാജ്യത്തിൻ്റെ ഭരണം കൈവിട്ടു പോയപ്പോഴെല്ലാം തൻ്റെ കുബുദ്ധി ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ആ ഭരണം തിരിച്ചെടുക്കാൻ ക്ലിയോപാട്രയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇതിപ്പം എന്തുകൊണ്ടും തികച്ചും തൻ്റെ കയ്യിലല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ മരണം തന്നെയാണ് തനിക്കും വേണ്ടതെന്ന് ക്ലിയോപാട്ര തീരുമാനിക്കുന്നു. മരണം തിരഞ്ഞെടുത്ത രീതിക്കും ഉണ്ടായിരുന്നു ഒരു പ്രത്യേകത. അവിടുത്തെ തന്നെ ഏറ്റവും ഭീകര വിഷമുള്ള ഈജിപ്ഷ്യൻ കോബ്രയെ കൊണ്ട് തൻ്റെ നാക്കിൽ കൊത്തിച്ചാണ് മരണം കൈവരിച്ചത്. എന്തായാലും നമ്മൾ ഷേക്സ്പിയറിൻ്റെ നാടകത്തിലൂടെ അറിഞ്ഞ ക്ലിയോപാട്രയോ അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിൻ്റെ ഭംഗിയൊന്നും യഥാർത്ഥ ജീവിതത്തിൽ ക്ലിയോപാട്ര കാണിച്ചിട്ടില്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പുരുഷനെ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ എന്ന് നമുക്ക് നിസ്സംശയം ക്ലിയോപാട്രയെ പറ്റി പറയാം.